ഇന്ന് നമ്മൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് പുതുമയുള്ള ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കൂ കേട്ടോ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ തണ്ണിമത്തങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇതുപോലെ മുറിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചാലും 1-2 ദിവസം കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് ചീത്തയായിട്ട് ഒരു പുളിപ്പൊക്കെ വരാറുണ്ടല്ലേ. ഇനി നിങ്ങൾ വത്തയ്ക്ക ഇതുപോലൊന്ന് സ്റ്റോർ ചെയ്ത് നോക്കൂ. എത്ര ദിവസം കഴിഞ്ഞാലും ചീത്തയാകത്തില്ല. 1-2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ തണ്ണിമത്തങ്ങയിൽ ഒന്ന് കുത്തി വെച്ചതിന് ശേഷം ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും അതിൻ്റെ ഫ്ലഷ് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു വീഡിയോയിൽ നമ്മളൊരു ഫോളോവർ ചോദിച്ചിരുന്നു, ക്ലിങ് ഫിലിമൊക്കെ നമുക്ക് എവിടെ വാങ്ങാൻ കിട്ടുന്നതെന്ന്. എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തോളൂ. നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പം കിട്ടുന്ന രസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. എങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. അടുത്ത പ്രാവശ്യം രസം വെക്കുമ്പം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ രസം ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ രസത്തിന് നല്ല മണവുമായിരിക്കും ടേസ്റ്റുമായിരിക്കും. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ രസം വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. കടയിൽ കിട്ടുന്നത് പോലെ അരികൊക്കെ നല്ല മുരിഞ്ഞ് സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തയ്യാറാക്കാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. മാവ് ഇതുപോലെ അരച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മിക്സ് ചെയ്തോളും. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. ഈ ഒരു മാവ് തയ്യാറാക്കാനായിട്ട് പച്ചരിയും ചോറും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും മാത്രമാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് രാവിലെ എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും. പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ഇപ്പോഴും പച്ചമുളക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈക്ക് നല്ല നീറ്റലാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ പച്ചമുളകിൻ്റെ ഞെട്ട് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് ഒരു 2 സെക്കൻഡ് നേരം വെച്ചതിന് ശേഷം എടുത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈക്ക് ഒട്ടും നീറ്റലുണ്ടാവത്തില്ല കേട്ടോ. ഒരുപാട് പാലൊന്നും വേണ്ട കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണിലും താഴെ പാല് മതി. അതിൽ ഇതുപോലൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ പച്ചമുളക് എടുത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ നീറ്റലുണ്ടാവത്തില്ല. കുഞ്ഞു കുട്ടികളൊക്കെയുള്ള അമ്മമാർക്ക് ഈ ഒരു ടിപ്പ് ഒത്തിരി ഉപകാരപ്രദമാകും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മീനൊക്കെ ഇതുപോലൊന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർ വരെ ചോദിക്കും. അതിനായിട്ട് 2-3 അല്ലി വെളുത്തുള്ളി തോല് കളയുന്നില്ല കേട്ടോ. നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ ചതച്ചെടുത്തിട്ട് നമ്മൾ വറുക്കുന്ന മീനകത്തിട്ട് നോക്കൂ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല മണവുമായിരിക്കും. പെട്ടെന്ന് അടർന്ന് പൊടിഞ്ഞു പോകുന്ന മീനൊക്കെ ആണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നോക്കൂ. നല്ല ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മീൻ പൊടിഞ്ഞു പോകാണ്ട് ഇളക്കിയെടുക്കാനും കഴിയും. ഇനി നമുക്ക് തംബ്നെയിലിൽ കണ്ട ആ ഒരു കിടിലൻ ടിപ്പ് കണ്ടു നോക്കാം. ഇതുപോലെ പൊട്ടിയ ചെരുപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് കളയണ്ട. നമുക്ക് വീട്ടിൽ തന്നെ പശ ഉപയോഗിക്കാണ്ട് ഇത് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒഴിഞ്ഞ ഒരു ടാബ്ലറ്റിൻ്റെ കവറാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല പോലെ ഒരു ചെറിയ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഹോളിലേക്ക് വെക്കാൻ വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ചെറിയൊരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 4ആയിട്ട് മടക്കിയിട്ട് സെൻട്രലിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു ബാറ് അതിനുള്ളിലേക്ക് കടത്താൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ 4ആയിട്ട് മടക്കിയതിന് ശേഷം ആ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രിപ്പ് വിടർത്തുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഹോളായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ഹോളിനുള്ളിലൂടെയാണ് നമ്മുടെ ആ ചെരുപ്പിൻ്റെ ബാറ് കടത്തുന്നത്. ഇനി ഇത് ചെരുപ്പ് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പ് അവിടെ വെച്ചിട്ട് ചെരുപ്പിൻ്റെ ബാറ് ഇതിനുള്ളിലൂടെ ഈ ഒരു രീതിയിൽ കടത്തിയെടുക്കണം. ഇനി ഒരു സിസറോ കത്തിയോ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ആ ഒരു സ്ട്രിപ്പ് ഉള്ളിലേക്ക് നല്ലതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. പുറത്തുള്ള ആ ഒരു സ്ട്രിപ്പ് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ മൊത്തം
ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് നല്ല ടൈറ്റ് ആക്കിയതിന് ശേഷം ഒരു ക്യാൻഡിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരുക്കി നല്ലതുപോലെ ഒരു കാർഡ്ബോർഡോ മറ്റോ ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഒന്ന് ഉരുക്കിയതിന് ശേഷം നമ്മൾ കാർഡ്ബോർഡ് വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പം ഈ ഒരു ഭാഗം നല്ലപോലെ പരന്ന് കിട്ടും. 1-2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ മെഴുകുതിരി വെച്ച് ഒന്ന് ഉരുക്കിയിട്ട് കാർഡ്ബോർഡ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ അത് പരന്ന് നല്ല ലെവലിന് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു 2-3 പ്രാവശ്യം ഈ ഒരു രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പൊട്ടിയ ചെരുപ്പ് പശ ഉപയോഗിച്ചൊന്നും ഒട്ടിക്കാണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. സൂപ്പറായിട്ട് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വലിച്ചിട്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല, നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അടിപൊളി ടിപ്പാണ് കേട്ടോ, ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു പപ്പടം ഞാൻ ഓണത്തിന് എടുത്തതിന് ശേഷം ബാക്കി വന്നതാണ്. സാധാരണ നമ്മൾ ഇതുപോലെ പൊട്ടിച്ചിട്ട് പപ്പടം വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പം പൂപ്പലൊക്കെ വന്നിട്ട് ഒരു ചെറിയ പിങ്ക് കളറിലൊക്കെ വന്ന് പിന്നെ നമ്മളിത് പൊള്ളിക്കുന്ന സമയത്ത് പൊങ്ങി വരാറില്ല. പക്ഷേ നോക്കി എത്ര ഫ്രഷ് ആയിട്ടാണ് ഈ ഒരു പപ്പടം ഇരിക്കുന്നതെന്ന്. ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പപ്പടം വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ഉലുവ ഇതുപോലൊന്ന് ഇട്ട് വെക്കും. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ പപ്പടം ചീത്തയായി പോകത്തില്ല കേട്ടോ. ഇതുപോലെ ആ ഒരു പാത്രത്തിൽ കുറച്ച് ഉലുവ ഇട്ടിട്ട് അടച്ച് ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാറുള്ളത്. ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞ് നമ്മൾ പപ്പടം എടുത്ത് പൊള്ളിച്ചാലും നല്ല പോലെ തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്പുകളൊക്കെയാണ് കാണിച്ചത്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ ഉപകാരപ്രദമാവുന്ന ടിപ്പുകളാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തോളൂ. വീണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.